ഇപ്പോൾ സംഭവിക്കാൻ പാടില്ല സംഭവിച്ചു. ഇനിയാണ് സംഭവിക്കരുത്. കാരണം ഇത് എൻ്റെ സ്ഥാനത്ത് ഒരു ദുർബലയായ ഒരു സ്ത്രീയാണ്, ഗർഭിണിയാണ്, ഒരു RCC പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ ഒരു അമ്മയും കുഞ്ഞുമാണ് എങ്കിൽ ഈ പറയും പോലെ ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോഴും ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടി തിരച്ചു നടക്കുകയാണ്. അതാ എല്ലാവരും കേരള ഗവൺമെൻറ്റും കർണാടക ഗവൺമെൻറ്റും ചിലപ്പോൾ സെൻട്രലിൽ പട്ടാളം വരെ ഇറങ്ങിയായിരിക്കും ഇനി അന്വേഷിക്കാൻ പോകുന്നത്. ഒരു മനുഷ്യജീവന് വേണ്ടിയാണ്. അത്രയും വിലപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ ഈ പഴയറുള്ള വീട്ടിൽ നിന്നും ഓർത്തോ സംബന്ധമായ ചികിത്സയ്ക്ക് വേണ്ടി ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് മെഡിക്കൽ കോളേജ് ഓർത്തോയിലെത്തി. വൈഫ് മെഡിക്കൽ കോളേജിലെ പേയിങ് കൗണ്ടറിലെ താൽക്കാലിക ജീവനക്കാരിയാണ്. ഈ പഞ്ചിങ് സിസ്റ്റം ഉള്ളതുകൊണ്ട് പഞ്ചിങ് ചെയ്ത് പെർമിഷൻ വാങ്ങിച്ചാണ് ഭാര്യ എൻ്റെ കൂടെ ഡോക്ടറെ കാണാൻ വരുന്നത്. ഡോക്ടറെ കാണാൻ വന്നു. ഡോക്ടറോട് തന്നെ എക്സ്റേ എഴുതി. അപ്പോൾ ഉദ്ദേശിച്ചൊരു എക്സ്റേ എഴുതി അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു 10-40 വീൽ ചെയറോളം ആളുകൾ ഇരിക്കുകയാണ്. എല്ലാവർക്കും ഈ തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. കാരണം ഈ ചില ഓർത്തോ ഡോക്ടേഴ്സിൻ്റെ ദിവസങ്ങൾ ഭയങ്കര തിരക്കായിരിക്കും. ഇന്ന ഡോക്ടറാണെന്ന് അറിയുമ്പോൾ ഈ സെക്രട്ടറിയുടെ നല്ല തിരക്കാണ്, അറിയപ്പെടുന്ന ഡോക്ടേഴ്സാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. ഒരു ഉദ്ദേശിച്ച് 11-11:15 അടുപ്പിച്ച് എന്നെ എക്സ്റേ എടുത്തു. 11:30 മണിയായപ്പോൾ എന്നെ എക്സ്റേ കൈ കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, പെർമിഷൻ വാങ്ങിച്ച് നിൽക്കുകയല്ലേ, എന്തായിരുന്നു ഞാനിപ്പം എക്സ്റേ എടുത്തു, ഞാൻ ഡോക്ടറെ കാണിച്ച് പ്രതിവിധി എന്തായാലും ഡോക്ടർ എഴുതുമല്ലോ, അത് കഴിഞ്ഞാൽ നേരെ ഞാൻ ജോലിക്ക് പോകും. ഞാൻ ജോലി ചെയ്യുന്നത് നിയമനിർമ്മാണ സഭയുടെ ഭാഗമായ MLA ഹോസ്റ്റലിലാണ്. അപ്പോൾ ഞാൻ ഈ ഡോക്ടറെ കണ്ടപ്പോൾ ഈ എക്സ്റേയുമായി ഡോക്ടറെ കാണുകയാണ്. ഡോക്ടർ പറഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എഴുതി തന്നു. അപ്പോൾ ഞാൻ സാർ ഇങ്ങനെ ഒരാഴ്ചയ്ക്ക് മുമ്പ് തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബറട്ടറിയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഉദ്ദേശം ഒരു 6-ാം തീയതിയോ 7-ാം തീയതിയോ ആണ് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തത്. റിസൾട്ട് എൻ്റെ കൊണ്ട് ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞു. എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ അല്പസമയം ഓക്കെ റിസൾട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ ഈ ഓർത്തോ വിഭാഗത്തിൻ്റെ താഴെ ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ്. ഉദ്ദേശവും ഒരു ഉച്ചയ്ക്ക് 11:30 മണിയോട് അടുപ്പിച്ചാണ്. നടയിൽ ആട്ടോ കിടന്നു. ആട്ടോ കിടന്നു വീട് വരെ പോയിട്ട് തിരിച്ചു വരണം റിസൾട്ട് എടുക്കാൻ. തിരിച്ചു വരിക വരാമെന്ന് പറഞ്ഞാൽ ഞാൻ ആട്ടോയിൽ കയറി. ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ കയ്യിൽ ബാഗുണ്ട്. ഞാൻ ഇട്ട് ഈ ബാഗിൽ ബെൽറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ പുറകെ ഇടുന്ന ബെൽറ്റ് മുകളിൽ തന്നെ ഞാൻ വെച്ചിരുന്നു. എടുക്കാൻ വിട്ടുപോയി. ഞാൻ വീട്ടിൽ പോയി ഈ റിസൾട്ടോട് തിരിച്ചു വന്നു. അപ്പോൾ ഉദ്ദേശിച്ച് ഒരു 12 മണിയോട് അടുപ്പിച്ചാവും. അരമണിക്കൂറിനകത്ത് പോയി വരാനുള്ള ദൂരമേ ഉള്ളൂ. വീട്ടിൽ പോയി റിസൾട്ട് എടുക്കാൻ പോയപ്പോൾ സുധാമ്മ നമ്മളവിടെ ഉണ്ട് വീട്ടിൽ, വയസ്സായ അമ്മയെ കണ്ടു. റിസൾട്ട് എടുക്കാൻ വേണ്ടി വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ 2 ഗോതമ്പ് ദോശയും ചായയാണ് കുടിച്ചത്. മക്കൾ ചായ വല്ലതും കുടിച്ചുകൊണ്ട് പോകുന്നു അമ്മ പറയുകയാണ്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ് ചൂടാക്കാൻ സമയമില്ല, ആട്ട നിൽക്കണം. തണുത്തതാണെങ്കിൽ കുറച്ച് ചായ അവിടെ ഇരുന്നിട്ട് കുടിച്ചും കൊണ്ട് തിരിച്ച് അതേ ആട്ടയിൽ തന്നെ തിരിച്ച് മെഡിക്കൽ കോളേജിൽ നടയിൽ വന്നു. 100 ആട്ടയെ കൊടുത്തു. അപ്പോൾ അയാൾ വേറെ ഓട്ടം കിട്ടി, അയാൾ ഓട്ടോ പോയി. ഞാൻ ഈ കൈ ഇതുമായിട്ട് എൻ്റെ കയ്യിൽ റിസൾട്ട് ഇരിക്കുകയാണ്. ബാഗുണ്ട്, റിസൾട്ടുണ്ട്, മൊബൈൽ ഫോണുണ്ട്. ഈ റിസൾട്ടുമായിട്ടാണ് ഞാൻ വരുമ്പോഴാണ് ഈ പേയിങ് കൊണ്ടൊരു ഭാഗം അവിടെ മെഡിക്കൽ സ്റ്റോർ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ലിഫ്റ്റിന് കുറച്ച് പുറത്തായിട്ട്. ഞാൻ ഉഷ എന്ന് പറഞ്ഞ പെൺകുട്ടി അറ്റൻഡറാണ്. ഞാൻ ഉഷയെ ഒന്ന് മുകളിലോട്ട് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നു. ചേട്ടാ ഏതാ പറയുമ്പോൾ അവർ ഐഡൻറ്റിറ്റി എടുക്കാൻ വേണ്ടി പോയി. ഞാൻ അപ്പോഴും നടന്ന് ഈ ബാഗുമായിട്ട് ഞാൻ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് കയറി ബട്ടൺ അമർത്തി ഒന്ന് മുകളിലോട്ട് പൊങ്ങി പോകുന്ന താന്നു. ഈ ലിഫ്റ്റ് ഒന്ന് താന്നു ഈ ശബ്ദത്തോടെ എൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഇങ്ങനെ അടിച്ചങ്ങ് വീഴുന്നു. അപ്പം ഞാനത് മൊബൈലെടുത്തപ്പോൾ ഞാൻ ബാഗ് വെച്ച് ഞാൻ അപ്പോൾ ലിഫ്റ്റിനകത്താണ്. ലിഫ്റ്റ് ശബ്ദം കേട്ടു. രണ്ടാമത് ശബ്ദം കേട്ട് ഞാൻ ലിഫ്റ്റ് നിൽക്കുകയാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് അവിടെ കാണുന്ന നമ്പറിലേക്ക് എൻ്റെ മൊബൈലിൽ ഞാൻ വിളിച്ചു. 252 82 72 252 84 74 82 70 അങ്ങനെ എന്തോ നമ്പറാണ്. ഞാൻ വിളിച്ച് ബൈ ഹാർട്ടായിരുന്നു. അപ്പോൾ 84 74 എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഒരു 22 ലാസ്റ്റ് 270 എന്ന് പറഞ്ഞ നമ്പർ. ഇതിലെല്ലാം വിളിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും തന്നെ റേഞ്ചില്ല, ലിഫ്റ്റിനകത്ത് റേഞ്ചില്ല, ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ഇതൊക്കെ ഇങ്ങനെ മൊബൈൽ. അപ്പം ശേഷം മൊബൈലിൽ 12:05 കഴിഞ്ഞു, 12:30 12:45 1 മണി വരെ ആയി. അപ്പോൾ എൻ്റെ ഒരു അരണ്ട വെളിച്ചമാണ് ഇതിനകത്ത് ഈ ലിഫ്റ്റിനകത്ത് പൂർണ്ണമായി പ്രകാശമില്ല, എന്നാലും ഒരു അരണ്ട വെളിച്ചം വരുന്നുണ്ട്. അതായത് എവിടെയാണ് എനിക്ക് ഞാൻ എൻ്റെ ഉറവിടം നോക്കിയിട്ടില്ല. ഇവിടെ നോക്കി ഇങ്ങനെ വെളിച്ചം
വരുന്നുണ്ട്. ഈ ചെറിയ അരണ്ട വിളിച്ച് വായു സഞ്ചാരമുണ്ട്, നന്നായിട്ട് വായു അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വായുണ്ട്. അപ്പോൾ ഞാനവിടെ 1 മണിയൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ ബാഗിൽ നിന്ന് 3-4 വെള്ള പേപ്പറും 2 പേനയും, എൻ്റെ വൈഫ് എഴുത്തുകാരാണ്, കവിയത്രിയാണ്, എഴുതുന്ന ഈ കവിതയുടെയൊക്കെ ഓരോ ഫോട്ടോ കാപ്പിയൊക്കെ സൂക്ഷിച്ച് ബാഗിനകത്ത് വെച്ചേക്കും. അപ്പോൾ എന്തെങ്കിലും ആശയങ്ങൾ വഴി വെച്ച് കാണുകയാണെങ്കിൽ ആശയങ്ങളുണ്ടെങ്കിൽ പേപ്പർ എടുത്ത് കുറിച്ച് വയ്ക്കും. രാത്രി വൈഫായിട്ട് സംസാരിക്കും. ചിലപ്പോൾ ഒരു 5 വരി എഴുതും, ചിലപ്പോൾ ഒരു 3 വരിയായി വെട്ടിക്കളയും, ചിലപ്പോൾ അത് പൊട്ടയാണെന്ന് പറഞ്ഞ് വീണ്ടും മടക്കി വയ്ക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ പേപ്പർ എടുത്ത് എഴുതി വെച്ചു. കണ്ണുകൾ കാണുന്നില്ല, കാലുകൾ ചലിക്കുന്നില്ല, കാണാൻ കഴിയുന്നില്ല, രാത്രിയോ പകലോ ഒന്നും എനിക്കറിയില്ല, ഇനി നമ്മൾ കാണാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നില്ല, കൺമണിയെ കാണുന്നില്ല. പിന്നെ ഞാൻ ഇതുവരെ എത്തിയല്ലോ, ഇതുവരെയുള്ള ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. നമ്മളല്ലേ ജനിച്ചതാർക്ക് വേണ്ടി അറിയില്ലല്ലോ എന്ന് പറയുന്ന പോലെ, അതുപോലെ ഞാൻ എല്ലാവരോടും നന്ദി ഞാൻ ആരോട് ചൊല്ലേണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ അത് പൂർത്തിയാക്കിയിട്ട് അത് എഴുതിയതിനടുത്ത് ബാഗിൽ വെച്ച് ബാഗിനെ ഈ പറയുമ്പോൾ ഒരു സൈഡിൽ അവിടെ കൊണ്ട് വയ്ക്കും. വലത് ഭാഗത്ത് അങ്ങറ്റം കൊണ്ട് വെച്ച്, ലിഫ്റ്റിൻ്റെ വലത് ഭാഗത്ത് അങ്ങറ്റം കൊണ്ട് വെച്ചിട്ട്, ഇപ്പുറത്തെ ഇടത് ഭാഗമാണല്ലോ ആ ലിഫ്റ്റിനകത്ത്, ഇടത് ഭാഗത്ത് അങ്ങറ്റം പോയി മൂത്രം ഓടിക്കും. പിന്നെ ഈ ലിഫ്റ്റിൻ്റെ തുറക്കാൻ ശ്രമിക്കും, 4-5 അടി അടിക്കും, ബട്ടൺ അമർത്തും, കിടന്ന് കരയും, പിന്നെയും വന്നിരിക്കും. അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഏകദേശം ഈ മൊബൈലിൽ 13 ഏകദേശം 16:48 മൊബൈൽ പൂർണ്ണമായി തീർന്നു. എൻ്റെ ലൈറ്റും തീർന്നു. മൊബൈലിൻ്റെ ഒരു സോപ്പ് കിട്ടി വരും. മൊബൈൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിൽ ഉപയോഗമുള്ളതും ഇല്ലാതിരിക്കുമ്പോൾ ആയിക്കഴിഞ്ഞു മൊബൈൽ. പിന്നെ എനിക്ക് ഈ പുറം ലോകമായിട്ടുള്ള എന്തെങ്കിലും ആരെങ്കിലും അഥവാ എന്തെങ്കിലും ഒരു വിളിയോ ഒരു രക്ഷയില്ല. അങ്ങോട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല, ഇങ്ങോട്ട് വിളിച്ചാലും കിട്ടില്ല. അപ്പം കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇരിക്കേണ്ടത് ഇങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചെറിയൊരു അനക്കം പലപ്പോഴും കേൾക്കും, ഓടിപ്പോവും. അപ്പോൾ അവിടെ ഒരു രക്ഷയില്ല. ഇതിലിട്ട് തള്ളും, 2 അടി അടിക്കും, ബെല്ലിങ്ങനെ അമർത്തും. എപ്പോഴും ഒരു 10 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ എപ്പോഴും എനിക്കിങ്ങനെ ജോലി ബെല്ലമർത്തലാണ് മെയിൻ ജോലി. ബെല്ലമർത്തും പോയിരിക്കും. ചിലപ്പോൾ ഭയങ്കര ടെൻഷൻ നമ്മൾ മൂത്രമൊഴിക്കാൻ പോകും, മൂത്രം പോകില്ല. അവസാനം വയറിളക്കാൻ തുടങ്ങി. അപ്പോൾ ഈ രാത്രിയും പകലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങ് ഇരുന്ന് പഞ്ചഭൂതകളവി ഈ കാണാമെന്നുള്ളവരെല്ലാം കണ്ടു. മൺമറഞ്ഞു പോയ അച്ഛൻ, അമ്മ, വലിയച്ഛൻ, വലിയമ്മ, കൊച്ചിച്ചൻ, അങ്ങനെയുള്ള എൻ്റെ ജ്യേഷ്ഠൻ, മരണപ്പെട്ട ജ്യേഷ്ഠൻ ആർമിയിലെ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം പെട്ടെന്നുള്ള മരണമായിരുന്നു. അപ്പം അതെല്ലാം ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ പാർട്ടി നേതാവ് KV സുരേന്ദ്രനാഥ്, അതുപോലെ U വിക്രമണ്ണൻ, അടുത്തത് മരിച്ചതാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ഇങ്ങനെ കാണുന്നതോറും പേടി കൂടി വരികയാണ്. മരിച്ച ആൾക്കാരെ കാണുന്നത് എപ്പോഴും നമ്മൾ മരിക്കാറാകുന്നു എന്നുള്ളൊരു തോന്നൽ കുട്ടിക്കാലത്ത് എവിടെയൊക്കെ ഈ മുത്തശ്ശി കഥയെ പറഞ്ഞതുപോലെ കേട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ ദേശാഭിമാനിയുടെ ഒരു ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഒരു പൊങ്കാലയെ ബന്ധപ്പെട്ടൊരു സുവനീറുണ്ട്, വലിയ കവിതയുണ്ട്. ആ പൊങ്കാലയുടെ ആ ഭാഗം ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗം ബാക്കി തറയിട്ടാണ്. ഇത്തിരി തണുപ്പുണ്ട്. ഞാൻ സത്യസന്ധമായി പറയുകയുണ്ട്. ഈ സത്യസന്ധമായി പറയുക എന്ന് പറഞ്ഞാൽ മരണത്തെ മുഖാമുഖം കണ്ട എനിക്കില്ല എൻ്റെ അവസ്ഥ അറിയാവും. ഞാനവിടെ അതിനകത്ത് കിടന്നു. വീണ്ടും ശബ്ദം കേൾക്കുമ്പോഴൊക്കെ പോവും. അങ്ങനെ ശബ്ദിച്ച് അടിവാരത്ത് ഇതിൻ്റെ ഈ ലിഫ്റ്റിൻ്റെ ശബ്ദം കൊണ്ട് തോന്നി. അപ്പോഴും പോയി സ്വിച്ച് അമർത്തി ഒന്ന് തള്ളി. അപ്പോൾ അവിടെ നിന്ന് ആരെയും ഇങ്ങോട്ട് തള്ളുന്നു. ഞാൻ നല്ലോണം അങ്ങോട്ട് തള്ളുമെന്ന് പറഞ്ഞ് നല്ലോണം തള്ളുന്നു. ഞാൻ അങ്ങോട്ട് തള്ളി പുള്ളി കൊണ്ട് ഡോർ തുറന്നു. ചാടാൻ പറയുകയാണ്. ഇത്രത്തോളം പൊക്കം ഒരു താഴെ കുഴിയിലോട്ടാണ് ചാടണത്. ഞാൻ കയറിയ ഭാഗത്തോട് ചാടുകയാണ് തിരിച്ച്. ഞാൻ കയറി ഒന്നില്ലേ ആ സ്ഥലമുണ്ടല്ലോ, ചാടാൻ പറയുകയാണ്. അദ്ദേഹം ഈ വന്ന ഒരാൾ ദൈവദൂതനെ, ഇപ്പോൾ നമ്മൾ ഈ വന്ന ആൾ ദൈവദൂതനെ പോലും ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ ഈ ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയിൽ ആരും വിജനമായൊരു ഭാഗമാണ് ആ പ്രദേശം. കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ആരും ഇവിടെ ഇല്ലല്ലോ. അപ്പം ഈ ഇദ്ദേഹം എന്നിട്ട് തുറന്നു വിട്ടു. ഞാൻ ഈ ഭാഗം ചാടി, ഞാൻ തുഴയാണ്. താങ്കൾ ദൈവം വേണ്ടി തുഴയുമ്പോൾ ഇദ്ദേഹം ആരാണെന്ന് എനിക്കല്ല, അദ്ദേഹം മൈൻഡ് ചെയ്യണില്ല. അദ്ദേഹം നടന്നങ്ങ് പോയി. ഞാൻ അല്പം കൂടി കുറച്ചുകൂടി ഫ്രണ്ടോട് ചെന്നപ്പോഴാണ് നമ്മൾ ഈ ഇടനാഴിയിൽ ഈ ആശുപത്രിക്കാർ വരുമ്പോൾ ഈ ഇടനാഴി പോലെ കുറച്ചുകൂടി ഫ്രണ്ടോട് ചെന്നപ്പോഴാണ് ഒരു ഈ സെക്യൂരിറ്റി ഓഫീസറാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇരുന്ന് ടോക്കൺ കൊടുക്കണം. അപ്പോൾ ഞാൻ അദ്ദേഹം ചോദിച്ച് ഇന്ന് എത്രാം തീയതിയാണ്, എത്ര മണിയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ അടിമുടിയൊക്കെ നോക്കണം. അപ്പം ഞാൻ പിന്നെ കൂടുതൽ ചോദിക്കാൻ വേണ്ടി പോയില്ല അദ്ദേഹത്തോട്. അവിടെ ഇരുന്ന ഒരാൾ ചോദിച്ച്
പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരെല്ലാം ഇരിക്കുകയാണ്. അതായത് ഒരു പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, അപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ഈ വേണ്ടത് ഭാഷ അപ്പി എന്നാണ് വിളിച്ചത്. അപ്പോൾ എനിക്കൊന്ന് ഫോൺ തരുമോ, മൊബൈൽ തരുമോ, എൻ്റെ വൈഫിനെ ഒന്ന് വിളിക്കാനാണ്. ഞാൻ 2 ദിവസക്കാലം കൊണ്ട് ഈ കാണുന്ന ചൂണ്ടിക്കാണിക്കുകയാണ്. കാണുന്ന ആ ലിഫ്റ്റിനകത്ത് കുരുങ്ങി 12 കാലം വന്നതാണ്. അപ്പോൾ ഇന്ന് എത്രാം തീയതിയാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇന്ന് തിങ്കളാഴ്ചയാണ്, രാവിലെ 6-6:15 മണി എന്തോ ആകും ആ സമയത്ത്. അപ്പോൾ അവരോട് തന്നെ വൈഫിനെ വിളിച്ചു, പേര് ഞാൻ ശ്രീലേഖ എന്ന് പറഞ്ഞു. ഇവരങ്ങോട്ട് കൺഫേം ചെയ്തു ശ്രീലേഖയാണെന്നുള്ള. ഉണ്ടാക്കി തന്നു. ഞാൻ പറഞ്ഞു ശ്രീലേഖ, ഞാൻ ഇങ്ങനെ ലിഫ്റ്റിൽ കുരുങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ എടുത്ത് പറഞ്ഞു ഞാൻ ഇവിടെ കാണാത്തതുകൊണ്ട് മെഡിക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പം കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു കരയണ്ട, ഞാനിപ്പോൾ കെയറില്ലേ അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ തന്നെ നിന്നാൽ മതി, ഞാൻ ആരെയും വിളിച്ച് അറിയിക്കാം, ആരെയും അവിടെ ബലമായിരിക്കില്ല വരുത്താൻ പറഞ്ഞു. ഞാനവിടെ ആ കസേര ഇതിന് മുമ്പ് ഒരാണ്ട് പോയി ചോദിച്ചു, വെള്ളം ചോദിച്ചു. അല്ല ആദ്യം പോയി ഈ വെള്ളം തന്നെ ഒരാൾ, ഞാൻ വെള്ളം ചോദിച്ചു ഒരാൾ വെള്ളം തന്നു. ആ വെള്ളം അത്രയും കുടിച്ച ശേഷമാണ് ഞാൻ പിന്നെ ഒരു കൊച്ചിൻ്റെ പിന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ ഈ മൊബൈൽ തരണത്, മൊബൈൽ വൈഫിനെ വിളിക്കണത്. അവിടെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു. അപ്പം ഞാൻ ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ട് നിൽക്കുന്നു, അങ്ങേയും കൈ കാണിച്ചു വന്നു. എന്താ ചോദിച്ച് സ്ട്രെച്ചർ വല്ലതും വേണോ, നടക്കാൻ പറ്റും, നടക്കാമെന്ന് പറഞ്ഞു. കാഷ്വാലിറ്റി പോലും അപ്പോൾ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ചാണ് അവിടെ പുറത്തിറങ്ങി നടന്ന് ഡെൻ്റൽ കോളേജിനോട് ഒരു കുടുംബശ്രീയുടെ ഒരു ക്യാൻറ്റീനുണ്ട്. ഒരു ലേഡിയാണ് അവിടെ ഇരുന്നത് ക്യാഷിൽ. അത് ഞാൻ ആദ്യം കാണുകയാണ്. ഞാൻ അടിപൊളി ക്യാൻറ്റീനാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം കയറി. അവിടെ നിന്ന് കുറേ ചൂടുവെള്ളം എടുത്ത് കുടിച്ചു. 1 ചൂടുവെള്ളം കുടിച്ചു. അവിടെ നിന്ന് 2 ചായ കുടിച്ചു. ആ ചായയും കൂടി നേരെ ഇദ്ദേഹത്തിനോട് നടന്ന് നേരെ കാഷ്വാലിറ്റി വന്നു. പേരും മൊബൈൽ നമ്പരും പറയുമ്പോൾ തന്നെ OP ടിക്കറ്റ് അടിച്ചു തന്നെ OP ടിക്കറ്റ് വന്നു. OP ടിക്കറ്റ് എടുത്തു. അതുകൊണ്ട് നേരെ കാഷ്വാലിറ്റി ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ ലിഫ്റ്റിൽ കുടുങ്ങിയ കേസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിശയോടെ കേൾക്കുകയാണ്. അപ്പോൾ മറ്റുള്ളതിലൊന്ന് മാറിയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതെൻ്റെ ഭാര്യയും മകനുമാണെന്ന് പറഞ്ഞു. അവിടെ എൻ്റെ അടുത്ത് ഞാൻ നിന്ന് എൻ്റെ അടുത്ത് സ്ട്രെച്ച് കിടക്കാൻ പറഞ്ഞു. അവിടെ ഭാര്യ പൊട്ടിക്കരയാണ്. ഞാനും കരഞ്ഞു. അപ്പോൾ അവർ ആത്മസമീപനം വേണമെന്ന് അവിടെ നിൽക്കുന്നവർ പറയുകയാണ്, ഇല്ലെങ്കിൽ ഭാര്യ വിഴുന്നു പോവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക തന്നെ വാർത്തകൾ ചാനൽ പ്രക്ഷേപണം വന്നു തുടങ്ങി. മെഡിക്കൽ സ്റ്റേഷനിലെ CA ആണ്, പോലീസുകാരാണ്, മഫ്റ്റി പോലീസ്, CA തുടങ്ങിയവർ വന്നു. വാർത്താമാധ്യമങ്ങൾ എല്ലാം എത്തി തുടങ്ങി. ആരെ അറിയിച്ചു എന്തും അറിയിച്ചു എന്നല്ല, പ്രവറ വന്നു. ഇപ്പം ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്നവർ ആരെങ്കിലും അറിയിച്ചായിരിക്കാം. റിപ്പോർട്ടർ, മലയാള മനോരമ, മാതൃഭൂമി, കൗമുദി, സകലരും പത്രമാധ്യമങ്ങൾ, ഈ മെനിഞ്ഞാന്ന് BBC ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും പലരും വിളിച്ചിട്ടുണ്ട്, വന്നാൽ കാണാൻ കഴിയുമോ, വരുന്നതിനെ കാണുന്നതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പില്ല, ഈ ലിഫ്റ്റ് കേടാണ്, ഉപയോഗശൂന്യമാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പില്ല. 2 ബന്ധപ്പെട്ട ഈ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയില്ലേ, സെക്രട്ടറിയുടെ ഞായറാഴ്ച. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരാളകത്ത് കയറി, ഒരു പൊതുപ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഞാൻ ധൈര്യം സംഭരിച്ചു, അവിടെ കിടന്നു, മരണത്തെ മുഖാമുഖം കണ്ടു, ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ മനോധൈര്യം കൊണ്ടോ ഞാൻ പുറത്തിറങ്ങി ചാടി രക്ഷപ്പെട്ട് വരികയാണ്. എൻ്റെ സ്ഥാനത്ത് ഒരു ഗർഭിണി അല്ലെങ്കിൽ ഒരു RCC പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഡയബറ്റീസ് പേഷ്യൻ്റ് ആണെങ്കിൽ ഞാൻ ഈ പുറത്തിറങ്ങി പിന്നീട് 1 മണിക്കൂർ കേൾക്കുന്ന വാർത്ത ജോയി എന്നൊരാളുടെ 1.5 മണിക്കൂർ ജോയി എന്നൊരാളുടെ ഈ ശുചീകരണ തൊഴിലാളിയുടെ മരണ വാർത്തയാണ്. അത് അതേ എൻ്റെ ഇതുപോലെ ഈ പുറത്തുനിന്ന് ഈ ലിഫ്റ്റിൽ കുടുങ്ങിയ ഒരാളുടെ മരണ വാർത്തയാണ് പുറത്തു വന്നുള്ള അവസ്ഥ എന്തായിരിക്കും? സമൂഹത്തിൽ അന്നുണ്ടാകുന്ന ആഘാതം എന്തായിരിക്കും? ഈ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാകുന്ന ആഘാതം എന്തായിരിക്കും? എൻ്റെ മാനുഷികമായുള്ള, എൻ്റെ ശാരീരികമായ മാനസികമായുള്ള അപ്പോഴുള്ള വ്യത അതിനാരും ഉത്തരം പറയും. ഈ 42 മണിക്കൂർ ഓരോ മണിക്കൂറും ഓരോ ദിവസം പോലെയായിരുന്നു. ഞാനത് വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വന്നപ്പോഴും ഞാൻ പറഞ്ഞു.